ഒരു മനുഷ്യൻ വേദനയും ദുരിതവും അനുഭവിക്കുമ്പോൾ, വിശപ്പ് സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ, വീടുണ്ടായിട്ടും സഹായത്തിന് ആളില്ലാതെ വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയിലാകുമ്പോൾ നമുക്കെന്താണ് ചെയ്യാനാവുക? താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾ കുടുംബത്തെ കടബാധ്യതയിലാക്കി, അവസാനം താമസിക്കുന്ന വീടും നഷ്ടപ്പെടുത്തി. ചികിത്സിച്ചിട്ടും രോഗിയെ രക്ഷിക്കാനാവാതെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ വാടക വീട്ടിൽ കിടന്നു മരിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ ഉണ്ടാകുമെന്ന് ഭയന്ന് മരിക്കുന്നതിന് മുമ്പേ വീട് വിട്ടിറങ്ങാൻ വീട്ടുടമസ്ഥൻ നിർബന്ധിക്കുന്ന അവസ്ഥകളും കാണുന്നു. ഇവയ്ക്കെല്ലാം മുൻപിൽ പരിഷ്കൃതർ എന്ന് അവകാശപ്പെടുന്ന നിങ്ങളും ഞാനും അടങ്ങിയ പൊതുസമൂഹത്തിന് പലതും ചെയ്യാനില്ലേ? നമ്മുടെ സമൂഹം നേരിടുന്ന ഈ ദയനീയാവസ്ഥയിൽ മാറ്റമുണ്ടാകാൻ സാമ്പത്തിക സാമൂഹിക പിരമിഡിൻ്റെ അടിത്തട്ടിലുള്ളവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയാണ് 1994 ഓഗസ്റ്റ് മാസത്തിൽ ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. രോഗവും വാർദ്ധക്യവും തളർത്തി ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതിമാസ സ്വകാര്യ പെൻഷൻ അനുവദിച്ചുകൊണ്ടാണ് പ്രവർത്തനം നമ്മൾ തുടങ്ങിയത്. 10 വർഷം കഴിഞ്ഞ് 2004 നവംബർ മാസത്തിലാണ് പാലിയേറ്റീവ് കെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. 2005 മെയ് മാസം മുതലാണ് നമ്മൾ സർവീസ് ആരംഭിച്ചത്. 2006 തന്നെ ആൽഫയുടെ ആദ്യത്തെ ഹോസ്പീസ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയുണ്ടായി. ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന രോഗങ്ങൾ ബാധിച്ചവരുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിന്റെ ഗുണനിലവാരം സമ്പൂർണ്ണ പരിചരണത്തിലൂടെ ഉയർത്തുക എന്നതാണ് സാന്ത്വന പരിചരണത്തിന്റെ ലക്ഷ്യം. തൃശൂർ ജില്ലയിൽ നാഷണൽ ഹൈവേ 66 എടമുട്ടം കേന്ദ്രമായുള്ള ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ സേവനം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത് 2013 ഹോസ്പീസിന്റെ കീഴിൽ വിവിധ പ്രദേശങ്ങളിൽ ലിങ്ക് സെന്ററുകൾ ആരംഭിച്ചതോടെയാണ്. തൃശൂർ ജില്ലയിൽ 13, കാസർഗോഡ് 1, എറണാകുളം ജില്ലയിൽ 2, ആലപ്പുഴ ജില്ലയിൽ 2 എന്നിങ്ങനെ അതാത് പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള 18 ലിങ്ക് സെന്ററുകൾ ഇന്ന് ആൽഫയ്ക്കുണ്ട്. അവയിൽ നിന്നായി 46 ഹോം കെയർ ടീമുകൾ ഞായർ ഒഴികെ എല്ലാ ദിവസവും രോഗികളുടെ വീടുകളിലെത്തി മെഡിക്കൽ സേവനം നൽകുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ആശുപത്രികൾ വിധിയെഴുതിയ രോഗികൾക്ക് ശിഷ്ടകാലം ജീവിതം സ്വന്തം വീടുകളിൽ കഴിയാൻ സഹായിക്കുന്ന വിധം 10 മുതൽ 15 രോഗികളെ ഓരോ ടീമും ഓരോ ദിവസവും സന്ദർശിക്കുന്നു. മൂത്രം പോകുന്നതിനുള്ള കത്തീറ്റർ ഘടിപ്പിക്കുന്നത് മുതൽ അസൈറ്റിസ് ടാപ്പിംഗ്, എനിമ തുടങ്ങിയ പ്രൊസീജിയറുകൾ വീട്ടിൽ തന്നെ നൽകുന്നു. ഫലമോ, നിലവിലുള്ള 9000-ൽ പരം രോഗികളിൽ പ്രതിമാസം മരണമടയുന്ന 400ഓളം പേരിൽ 90%-നും സ്വന്തം വീടുകളിൽ ഇഷ്ടപ്പെട്ടവർക്കൊപ്പം കഴിയാനും അവരുടെ സ്നേഹപരിചരണങ്ങൾ അനുഭവിച്ചുകൊണ്ട് അന്ത്യശ്വാസം വലിക്കാനും സാധിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ 4 ജില്ലകളിലായി 18 ലിങ്ക് സെന്ററുകൾ നടത്തി വരുന്ന സന്നദ്ധ പ്രവർത്തകർ 2 ദിവസം ഒന്നിച്ചിരുന്നുകൊണ്ട് ആൽഫ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ഓരോ ജില്ലയിലും ഓരോ ഹോസ്പീസിന് കീഴിൽ ലിങ്ക് സെന്ററുകൾ മുനിസിപ്പാലിറ്റി തലങ്ങളിൽ, ആ ലിങ്ക് സെന്ററുകൾ ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ കൂടി സേവനം എത്തിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത്. 3 നഴ്സുമാരും 1 ഫിസിയോതെറാപ്പിസ്റ്റും 1 ഫിസിയോ അസിസ്റ്റന്റും 2 ഡ്രൈവർമാരും 1 പാചകക്കാരിയും അടക്കം 8 സ്റ്റാഫ് അംഗങ്ങൾ ഓരോ ലിങ്ക് സെന്ററുകളിലും ഉണ്ടാകും. പ്രതിമാസം നടത്തിപ്പ് ചെലവിനായി കണക്കാക്കുന്ന 2.5 ലക്ഷം രൂപ ചെറിയ സ്പോൺസർഷിപ്പുകളായി ECS വഴി ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ശേഖരിക്കുകയും രോഗം ബാധിച്ച വ്യക്തിയുടെ കുടുംബം അനുഭവിക്കുന്ന ശാരീരിക ഇതര ബുദ്ധിമുട്ടുകൾക്ക് സ്വീകാര്യമായ രീതിയിൽ പരിഹാരം കാണുകയും ചെയ്യാം. ഇത്തരം സെന്ററിന്റെ ഭരണം നടത്തുക അതാത് പ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി വളണ്ടിയർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിയായിരിക്കും. ഓരോ ജില്ലയിൽ നിന്നുമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും ചെറിയ സാമ്പത്തിക സഹായം നൽകാനും ഉദ്ദേശിച്ചുകൊണ്ട് ജില്ലയിൽ നിന്നുള്ള വിദേശ മലയാളികൾ അംഗങ്ങളായുള്ള ആൽഫ ഓവർസീസ് ജില്ലാ കൗൺസിലുകൾ രൂപീകരിക്കും. ആൽഫയുടെ ഭരണഘടന അനുസരിച്ചായിരിക്കും എല്ലാ കൗൺസിലുകളുടെയും പ്രവർത്തനം. ഓരോ ജില്ലയിലും 3 ലിങ്ക് സെന്ററുകൾ വീതമാണ് ആരംഭഘട്ടത്തിൽ നമ്മൾ ആരംഭിക്കുന്നത്. 3 ലിങ്ക് സെന്ററുകൾക്കും കൂടി 1 ഡോക്ടർ ഹോം കെയർ ടീം മതിയായിരിക്കും. ഡോക്ടർ സഞ്ചരിക്കുന്ന വാഹനം, അതേപോലെ തന്നെ പ്രതിമാസം വരുന്ന എക്സ്പെൻസ്, അത് ആൽഫ ഓവർസീസ് കൗൺസിലുകൾ വഹിക്കണം. ഒരു മനുഷ്യൻ പരസഹായത്തിന് വേണ്ടി ഉഴലുമ്പോൾ ആ ആളുടെ ദുരവസ്ഥയെ ചൂഷണം ചെയ്യുകയാണോ വേണ്ടത്?
ഇന്ന് അയാൾക്ക് സംഭവിച്ചത് നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് പറയാനാകുമോ? മതവും ജാതിയും ഉപജാതിയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും സാമൂഹ്യ സാമ്പത്തിക നിലയും നോക്കിയാണോ നാം ഒരാളെ സ്നേഹിക്കേണ്ടതും പരിചരിക്കേണ്ടതും? എല്ലാ മനുഷ്യരും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ? ജാതിയും ഉപജാതിയും നമ്മൾ ഉണ്ടാക്കിയതല്ലേ? എല്ലാ രാഷ്ട്രീയവും സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതല്ലേ? അങ്ങനെയെങ്കിൽ ഒളിച്ചുവെച്ച അജണ്ടയില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് കഴിയേണ്ടതാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വെച്ച് കേരളത്തെയാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തിൽ നമ്മുടെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ മറ്റ് 5 സംസ്ഥാനങ്ങൾ, അവിടെയും പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തന പദ്ധതി. എന്ത് കാരണം കൊണ്ടായാലും ചികിത്സിച്ചു മാറ്റാവുന്ന ഘട്ടം കഴിഞ്ഞ രോഗാവസ്ഥയിലുള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കും സാന്ത്വന പരിചരണം അവരുടെ വീടുകളിൽ പോയി നൽകുന്ന ലിങ്ക് സെന്ററുകൾ സ്ഥാപിക്കുകയാണ് ഒന്ന്. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം സ്വന്തം വീടുകളിൽ പോയി അന്ത്യദിനങ്ങൾ വീട്ടുകാരോടൊപ്പം ഓർമ്മയോടെ കഴിയാൻ സാധിക്കണം. വീട്ടിൽ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കണ്ടുകൊണ്ട് അന്തസ്സോടെയുള്ള അന്ത്യദിനങ്ങൾ സാധ്യമാക്കാൻ മെഡിക്കൽ കെയർ വീടുകളിൽ ലഭ്യമാക്കാൻ ലിങ്ക് സെന്ററുകൾക്ക് കഴിയുന്നുണ്ട്. ഇനിയും കഴിയണം. അപകടങ്ങളിൽ നിന്നും പക്ഷാഘാതങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടെങ്കിലും ചലന പരിമിതരായവർക്ക് തൃപ്തികരമായ ജീവിതം നൽകാൻ ലിങ്ക് സെന്ററുകളിലെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സഹായകമാകും. എന്നാൽ ശ്വാസകോശ അർബുദം പോലെ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ആശുപത്രികളിൽ ICUവിൽ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ഓരോ ജില്ലയിലും ഒരു ഹോസ്പീസ് വീതമെങ്കിലും ഉണ്ടാകണം. ഹോസ്പീസുകളിൽ എൻഡ് ഓഫ് ലൈഫ് കെയറിന് വേണ്ടി, ജീവിതാന്ത്യ പരിചരണത്തിന് വേണ്ടിയിട്ട് ICU സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് റൂമുകൾ ഉണ്ടാവണം. അവിടെ ഫാമിലിക്ക് കൂടെ താമസിക്കാൻ സാധിക്കണം. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ നമുക്ക് സാധിക്കും. കാരണം പാലിയേറ്റീവ് മെഡിസിനിൽ മിക്കവാറും സമയങ്ങളിൽ രോഗിയെ ബോധം കെടുത്തുന്നില്ല. അതേപോലെ തന്നെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ സാധിക്കും. യൂറിൻ ട്യൂബിൻ്റെയോ അല്ലെങ്കിൽ മൂക്കിൽ കൂടെയുള്ള ആഹാരം കഴിക്കാനുള്ള ട്യൂബിൻ്റെയോ അല്ലെങ്കിൽ ശ്വാസം കഴിക്കാൻ വേണ്ടിയുള്ള ട്രക്യോസ്റ്റമിയൊന്നും ആവശ്യമില്ല. സാധാരണ പോലെ അവസാന നിമിഷം വരെ ജീവിച്ച് മരണത്തിന് മുമ്പുള്ള ദിവസങ്ങൾ ഒരുവിധം ഗുണമേന്മയുള്ളതാക്കി മാറ്റാനും മരണം അനിവാര്യമാവുമ്പോൾ അതും ശാന്തമായി നല്ല ക്വാളിറ്റിയോടുകൂടി എല്ലാവരെയും കണ്ട് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ദൈവത്തിനും സ്തുതി പറഞ്ഞുകൊണ്ട് ലോകം വിട്ടുപോകാൻ നമുക്ക് സാധിക്കും. കഴുത്തിന് കീഴെ ചലനശേഷി നഷ്ടപ്പെട്ട് സ്വയം ഒന്ന് തിരിഞ്ഞു കിടക്കാനും പോലും പറ്റാതെ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കൊണ്ടുവന്ന് കൂട്ടിരിപ്പുകാരില്ലാതെ അവരെ പരിചരിച്ച് നിത്യവും അവർക്ക് പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി നൽകിക്കൊണ്ട് ചലനശേഷി പതുക്കെ പതുക്കെ വീണ്ടെടുത്ത് ജീവിതത്തെ സ്നേഹിക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. വൃക്കകൾ രണ്ടും പ്രവർത്തനരഹിതമായി ജീവിതം ദുസ്സഹമാവുന്ന ആളുകൾക്ക് ഹോസ്പീസിലെ ഡയാലിസിസ് സെൻ്ററിൽ വന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 2-3 തവണ വീതം ഓരോ ആഴ്ചയിലും വന്ന് ഡയാലിസിസ് സേവനം നേടാൻ, അതേപോലെ തന്നെ അവർക്ക് വരാനും പോകാനുമുള്ള ട്രാൻസ്പോർട്ട് ഗതാഗത സൗകര്യം നേടാനും വീക്കിലി ഇഞ്ചക്ഷനുകളും മരുന്നുകളും ടെസ്റ്റുകളും പരിശോധനകളും എക്കോ TMT ഇതെല്ലാം നമ്മൾ നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. ഉപാധികളും വിവേചനങ്ങളുമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കാനും പരിചരിക്കാനും സന്നദ്ധതയുള്ള മനുഷ്യരെ ഒന്നിപ്പിച്ച് അവർക്ക് സാന്ത്വന പരിചരണ പരിശീലനം നൽകുകയും അവരുടെ തന്നെ ഭരണസമിതികൾ ഉണ്ടാക്കി സമൂഹത്തിലെ ദയനീയ അവസ്ഥകൾക്ക് ഫലപ്രദമായ പരിഹാരം കാണാൻ സമൂഹത്തെ തന്നെ സജ്ജമാക്കുകയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നാം ചെയ്യുന്നത്. ഓരോ ലിങ്ക് സെന്ററിൻ്റെയും സേവന പരിധിയിൽ വരുന്ന 20 വിദ്യാലയങ്ങളിൽ എങ്കിലും 50 അംഗങ്ങൾ അടങ്ങിയ ആൽഫ പാലിയേറ്റീവ് ക്ലബ്ബുകൾ സജീവമായി പ്രവർത്തിക്കുകയും ലിങ്ക് സെന്ററുകൾക്ക് കരുത്താവുകയും വേണം. ലിങ്ക് സെന്റർ ഭരണസമിതിയുമായി ആലോചിച്ചായിരിക്കും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ അഥവാ SAPC-യുടെ കീഴിൽ ഈ ക്ലബ്ബുകൾ പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. വളർന്നു വരുന്ന തലമുറയെ, കുടുംബത്തെയും കുടുംബത്തിലെ മുതിർന്നവരെയും സമൂഹത്തെയും അവശത അനുഭവിക്കുന്ന മനുഷ്യരെയും വിവേചനങ്ങളില്ലാതെ സ്നേഹിക്കാനും സഹായം എത്തിക്കാനും പരിചരിക്കാനും
പരിശീലനം നൽകി പ്രാപ്തരാക്കുക എന്നതും ആൽഫയുടെ പ്രവർത്തന ലക്ഷ്യമാണ്. സംശയം വേണ്ട, സാമൂഹ്യ പരിവർത്തനം തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. എല്ലാ ചികിത്സയും മരുന്നും താമസവും ഭക്ഷണവും രോഗി സന്ദർശനവും ഡോക്ടർ ഹോം കെയർ വിസിറ്റും മറ്റെല്ലാം സൗജന്യമായി നൽകിക്കൊണ്ടുള്ള ആൽഫയുടെ പ്രവർത്തനം അതിലേക്കുള്ള ഒരു വഴി തന്നെയാണ്. ലിങ്ക് സെൻ്ററുകളുടെ ചുറ്റിൽ ഉള്ള വിദ്യാലയങ്ങളിലും ഒരു ട്രെയിനിങ് സെൻ്ററുകളിലുമെല്ലാം ആൽഫയുടെ ക്ലബ്ബുകൾ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ്. 20 സ്ഥലങ്ങളിലെങ്കിൽ 20 ക്ലബ്ബുകളെങ്കിലും, ഓരോ ക്ലബിലും 50 അംഗങ്ങൾ, 1000 പേര്, 1000 വിദ്യാർത്ഥികൾ നമുക്ക് ശക്തി നൽകാൻ വേണ്ടി അവർ രൂപീകരിക്കുന്ന പ്രൊജക്റ്റുകൾ ആൽഫയുടെ ലിങ്ക് സെൻ്ററുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അക്രമവാസനകൾക്കും വിദ്വേഷ ചിന്തകൾക്കും ഇടുങ്ങിയ വ്യക്തിഗത താല്പര്യങ്ങൾക്കും പകരം സ്നേഹവും കരുണയും അനുതാപവും നിറച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതി, കാരുണ്യ കേരളം, കമ്പാഷനേറ്റ് കേരളം എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. Thank you.